ഹായ് ഗൈസ്, 4 ദിവസം കഴിഞ്ഞാൽ എൻ്റെ കെട്ടിന് അബുദാബിക്ക് പോവാ. പോണേല് മുന്നേ ഒരു ചെറിയ ട്രിപ്പ് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. വീട്ടിൽ നിന്ന് കൊടൈക്കനാൽക്ക് പോകാമെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങി ഞങ്ങൾ വഴിയിൽ വെച്ച് പ്ലാനൊന്ന് മാറ്റി ഊട്ടിയിലെത്തി. കേരളം വിട്ടാൽ നല്ല ഫുഡ് കിട്ടില്ലാത്തതുകൊണ്ടും ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ടും ഞങ്ങളൊരു മന്തി കഴിച്ചു. വണ്ടിയിലിരുന്ന് കുറിക്കാനായിട്ട് കുറച്ച് കാഷ്നട്ടും ബദാമും വാങ്ങിച്ചു. രാത്രി ആയതുകൊണ്ട് റോട്ടിൽ വണ്ടിയോ ബഹളങ്ങളോ ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് കോയമ്പത്തൂർ എത്തിയപ്പോഴേക്കും പാതിരാത്രി ആയതുകൊണ്ട് അവിടെ റൂം എടുത്ത് പിറ്റേ ദിവസം ഊട്ടിക്ക് പോകാമെന്ന് വിചാരിച്ചു. രാവിലെ ഒരു 10-11 മണിയായപ്പോഴേക്കും ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് മസാല ദോശ കഴിക്കാമെന്ന് വിചാരിച്ച് 2-3 കടയിലൊക്കെ കയറിയ കടയിലൊക്കെ ദോശ തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഒരു കരിക്ക് കുടിച്ചു. അങ്ങനെ ചെറുതായിട്ട് വിശപ്പൊക്കെ മാറി ഞങ്ങൾ ഊട്ടിക്ക് വിട്ടു. പോണ വയ്ക്ക് വലിയ തണവൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ കുറെ കുരങ്ങന്മാരെ കണ്ടു. വണ്ടി ഒന്ന് സ്ലോ ആക്കിയപ്പോൾ ഒരു കുരങ്ങൻ എനിച്ചൊന്ന് വണ്ടി കയറാൻ പോയി. അങ്ങനെ കുരങ്ങന്മാർക്കും ടാറ്റ കൊടുത്ത് ഞങ്ങൾ അവിടുന്ന് യാത്ര തുടർന്നു. ഞാൻ ആദ്യമായിട്ട് ഊട്ടിക്ക് പോണത്, അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. കുറേ മരങ്ങളും കുറേ വെറൈറ്റി പൂക്കളും. ഊട്ടി അടുക്കാറാവും തോറും നല്ല തണുപ്പ് കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഊട്ടിയിലെത്തി. നേരെ പോയി റൂം എടുത്ത് സാധനങ്ങളൊക്കെ അവിടെ വെച്ച് ഞങ്ങൾ ഊട്ടി ഇറങ്ങാൻ ഇറങ്ങി. ഊട്ടിയിലെത്തി അപ്പം തന്നെ ഉപ്പിലിട്ട നെല്ലിക്കയും മാങ്ങയൊക്കെ മേടിച്ചു. ഊട്ടിയിലെത്തി ഫസ്റ്റ് ഞങ്ങൾ പോയത് ഊട്ടി ലേക്കിലേക്കാ. വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ നടന്നു തന്നെ വഴിക്ക് കുറേ കടകളൊക്കെ ഉണ്ടാവും. ഈ വീഡിയോ ഇപ്പോൾ കാണുമ്പോൾ കുറേ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ കണ്ടത്, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതെന്നൊക്കെ. പക്ഷെ ഞാൻ ജീവിതത്തിൽ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണണേ. അങ്ങനെ പാസ് എടുത്ത് അതിൻ്റെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അതിൻ്റെ ഉള്ളിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഹോഴ്സ് റൈഡ്, ബോട്ടിങ്, മറ്റേ യന്ത്രൂനാൽ, അതുപോലെ തന്നെ എന്നിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ഗെയിംസും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഇതിലൊന്നും കയറാൻ പറ്റാത്തതുകൊണ്ട് ചുമ്മാ കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇതിലൊക്കെ നടന്ന് വയ്യാണ്ടായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഇരുന്നു. പിന്നെ അവിടെ ടോയ് ട്രെയിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്ത് പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ കുറേ കടയും ഒരുപാട് വെറൈറ്റി ചോക്ലേറ്റുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് കുറച്ച് ചോക്ലേറ്റ് വാങ്ങിച്ച് ഞങ്ങൾ അവിടുത്തെ ഇറങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ റോസ് ഗാർഡനിലേക്ക് പോയത്. അവിടെ എത്തിയപ്പോഴേക്കും ഒരു 6 മണിയായി. അതുകൊണ്ട് നല്ല തണവുണ്ടായിരുന്നു. തണുത്തിട്ട് വിറയ്ക്കായിരുന്നു, അത്ര തണവായിരുന്നു. ഒരു സന്ധ്യാസമയമൊക്കെ ആയതുകൊണ്ട് അവിടെ കാണാൻ നല്ല രസമായിരുന്നു. അതാൻ തന്നെ ഗാർഡനൊക്കെ അല്ലേ. അവിടെ ഒരുപാട് റോസാപ്പൂക്കളുണ്ട്, വലിയ വലിയ റോസാപ്പൂക്കൾ. ഞാൻ കുറേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കുറേ വീഡിയോ എൻ്റെ മിസ്സായി പോയിട്ടുണ്ട്. പക്ഷെ തണവ് ഒരു രക്ഷയില്ല, തണുത്തിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്ര തണവായിരുന്നു. അവിടെ കുറേ നേരം കറങ്ങിയിരുന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി. ഫുഡിൻ്റെ കാര്യം പറയണ്ട, ഭയങ്കര ശോകമായിരുന്നു. ഞാൻ നൂഡിൽസും ഫ്രൈഡ് റൈസും കഴിച്ചേ. നൂഡിൽസ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, എന്താ ഫ്രൈഡ് റൈസ് ഭയങ്കര ശോകമായിരുന്നു. എന്നിട്ട് റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുത്തിട്ട് രാത്രിയായപ്പോൾ ഞങ്ങൾ വീണ്ടും ഇറങ്ങി. എനിക്ക് വിശക്കുണ്ടായിരുന്നു, പക്ഷെ ഇക്കാക്ക് വിശക്കുണ്ടായിരുന്നില്ല. എന്നിട്ട് ഒരു ആൽഫാമ് വാങ്ങിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോന്നു. റൂമിലേക്ക് വന്നേക്ക് കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേ കടയിൽ കയറിയതാ. എന്നിട്ട് ചോക്ലേറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കടയിലൊക്കെ കയറി വീഡിയോ എടുക്കാൻ വിട്ടുപോയി. നമുക്ക് പിന്നെ അങ്ങനെയല്ലോ, കടയൊക്കെ കാണുമ്പോൾ വീഡിയോ എടുക്കണം എന്നുള്ള കാര്യം ഓർമ്മയൊന്നും ഉണ്ടാവില്ലല്ലോ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഇപ്പോൾ ഞങ്ങൾ പ്ലാൻ ഒന്ന് വീണ്ടും മാറ്റി. പൈൻ ഫോറസ്റ്റും കൂടെ കണ്ടിട്ട് നേരെ മൈസൂർക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ പോയി ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് പൈൻ ഫോറസ്റ്റ് കാണാൻ പോയി. പോണ വഴിക്ക് നല്ല ഭംഗിയായിരുന്നു കേട്ടോ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട്. ഒരു 11 മണി 12 മണി സമയമായിട്ടും നല്ല തണവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തി അതിൽ കൂടെ കുറേ നേരം കറങ്ങിയൊക്കെ നടന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഞാനങ്ങനെ അധികം സ്ഥലങ്ങളൊക്കെ അങ്ങനെ കാണാത്തതുകൊണ്ട് എനിക്ക് എവിടെ പോയാലും ഭയങ്കര സന്തോഷമാണ്. എന്താ പറയുക, ഞാനങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊന്നും പോയി കണ്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര വലിയ സംഭവമാണ്. എന്നിട്ട് പറയുക, ഇതൊക്കെ കുറേ കണ്ടിട്ടുള്ളവർക്കൊക്കെ ഇതൊക്കെ നിസ്സാരമായിരിക്കും, പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ കാര്യമാണ്. ഞാൻ ചെറുതായിരുന്നപ്പോൾ ഇതിലിങ്ങനെ ഊട്ടി കിട്ടിയെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഊട്ടിക്ക് പോയിട്ടൊന്നുമില്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ അതിൻ്റേതായ നല്ല സന്തോഷം എനിക്ക് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ ഞങ്ങൾ മൈസൂർക്ക് പോയത്. ശരിക്കും പറഞ്ഞാൽ കൊടൈക്കനാൽ പോകാൻ ഇറങ്ങിയ ഞങ്ങൾ ഊട്ടി വരെ എത്തി. എന്നിട്ട് ഊട്ടിയിൽ മാത്രം നിൽക്കാമെന്ന് വിചാരിച്ചേ. എന്നിട്ട് ഊട്ടിയിൽ നിന്ന് മൈസൂരും എത്തി. ഊട്ടിയിൽ നിന്ന് മൈസൂർ പോണ വഴിക്ക് മൊത്തം കാട് തന്നെയായിരുന്നു. കുറേ തേയിലത്തോട്ടം, പിന്നെ ക്യാരറ്റ്, അതുപോലെ കുറേ സംഭവങ്ങളൊക്കെ കൃഷി ചെയ്തത്. അങ്ങനെ മൊത്തം തിരക്കോ ബഹളമോ ഒന്നും ഇല്ലാത്ത റോഡായിരുന്നു. പിന്നെ പോയതൊരു കാട്ടിലൂടെ ആയിരുന്നു കേട്ടോ. 2 വശത്തും വലിയ കാട്. എന്നിട്ട് അവിടെ കുറേ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ട്, കാട്ടുപോത്ത്, ആന, ടൈഗർ, മാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾ ആപ്പാട് മാനെ മാത്രം കണ്ടുള്ളൂ. പിന്നെ കുറേ കുരങ്ങന്മാർ അവിടെ കുറേ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നീങ്ങിയപ്പോൾ ഒരു ആനേനെ കണ്ടു. അപ്പം ഞാൻ ആനാന്ന് പറഞ്ഞു. അപ്പം ഇക്കായും ഭയങ്കര ഇതിൽ നോക്കി.
പക്ഷേ ഞങ്ങൾ നോക്കി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ആ ആനേനെ ചങ്ങലയ്ക്ക് ഇട്ടേക്കണ ആനയായിരുന്നു, അതായത് കാട്ടാനെ അറിഞ്ഞില്ല. പക്ഷെ പെട്ടെന്ന് ആനേനെ കണ്ടപ്പോൾ ഞങ്ങളുടെയൊക്കെ കിളി പോയിട്ടോ. ഒരുപാട് പ്രതീക്ഷയിൽ ഇപ്പം ആനേനെ കാണും ടൈഗറിനെ കാണും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കുറേ നേരം നോക്കി നിന്നു. പക്ഷേ ഒരു ഇതിനും കണ്ടില്ല. ആപ്പാട് കുരങ്ങനും മാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിൽ കൂടെ. തൽക്കാലം അതൊക്കെ വെച്ച് ഞാൻ തൃപ്തിപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ മൈസൂരെത്തി. വണ്ടിയിൽ ഇരുന്നിരുന്ന് ഭ്രാന്തായി. ഞങ്ങൾ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും മൈസൂരെത്തി. ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചില്ല. വേറൊന്നും കൊണ്ടല്ല, അവിടുത്തെ ഫുഡ് ശോകമായതുകൊണ്ടാണ്. അങ്ങനെ മൈസൂരെത്തി റൂമൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ കറങ്ങാൻ ഇറങ്ങി. മൈസൂരെത്തിയിട്ട് ആദ്യം പോയത് ചോളം, അതുപോലെ തന്നെ ബാഗ്, ചെരുപ്പ്, അതുപോലെ ഒരുപാട് കടകളുണ്ടായിരുന്നു കേട്ടോ. കുറേ ഫാൻസി ഐറ്റംസ്, അതുപോലെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മീനൊക്കെ ഇങ്ങനെ മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഈ മീൻ വേണമെന്നൊക്കെ പറയുമ്പോൾ അതപ്പം തന്നെ നമുക്ക് വറുത്ത് തരും. കടകളവിടെ ഇഷ്ടംപോലെ കടകളുണ്ടായിരുന്നു കേട്ടോ. മൈസൂർ പാക്ക്, പേട, അതുപോലുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉള്ള ഒരുപാട് കടകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോകണ വഴിക്ക് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ അടുത്തെത്താറായപ്പോഴേക്കും ഭയങ്കര തിരക്കായിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവിടെ നിന്നൊരു പോപ്കോൺ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ നടന്നു. അതിൻ്റെ അകത്ത് കയറിയപ്പോഴും ഒരുപാട് കടകളുണ്ട്. ഇഷ്ടംപോലെ കടയാണ് മൊത്തം. പുറത്ത് ഒരുപാട് കടകളുണ്ടായിരുന്നു, അകത്ത് ഒരുപാട് കടകളുണ്ടായിരുന്നു. അകത്ത് കൂടുതൽ ഈ ഫുഡ് ഐറ്റംസ് ആട്ടോ. എന്നിട്ട് വാട്ടർ ഡാൻസ് കാണാനായിട്ട് ഒരു പാലം കടന്ന് അപ്പുറത്തേക്ക് പോയി. ആ പാലത്തിൻ്റെ ഒരു സൈഡിൽ ഡാമാണ്. രാത്രി ആയതുകൊണ്ട് അത് ഡാമാന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴെങ്കിൽ മനസ്സിലായേ. പിന്നെ എനിക്ക് പേടിയായി. അപ്പം എന്നെ മനസ്സിലായി അതിപ്പോൾ പൊട്ടോ എന്നൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലാകെ ചിന്ത. എന്നിട്ട് ചുമ്മാ അതിൽ കൂടെ കുറേ നേരം കറങ്ങിയൊക്കെ നടന്നു. അതിൻ്റെ മുകൾ വശത്തേക്ക് പോകുമ്പോഴാണ് ഈ വാട്ടർ ഡാൻസ് നടക്കണേ. രാത്രി ആയതുകൊണ്ട് പൂക്കളോ ചെടികളോ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറേ സ്ഥലത്തൊക്കെ ലൈറ്റൊക്കെ ഇട്ടുണ്ടായിരുന്നു. ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വാട്ടർ ഡാൻസ് തുടങ്ങിയിട്ട് എല്ലാവരും കൂടെ ഓടണ്ടായിരുന്നു. ഞങ്ങളും വേഗം പോയി.
വാട്ടർ ഡാൻസ് ഒക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നന്നായി ദാഹിക്കണ്ടായിരുന്നു. ഞങ്ങൾ 2 സർബത്ത് കുടിച്ചു. ഒരു സർബത്തിന് 50 രൂപ. 50 രൂപ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടാ. എന്നിട്ട് ചുമ്മാ കടകളിലൂടെയൊക്കെ കയറി ചുമ്മാ അതിൽ കൂടെ ഇതേ കൂടെ ഒക്കെ നടന്നു. സാധാരണ എവിടെ പോയാലും ഞാൻ എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എനിക്കങ്ങനെ ഒന്നും തിന്നണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇക്ക സ്വീറ്റ് കോണൊക്കെ മേടിച്ച് തിന്നണ്ടായിരുന്നു. പിന്നെ അവിടെ ചെരുപ്പിനൊക്കെ ഭയങ്കര വില കുറവായിരുന്നു കേട്ടോ. ആ ചെരുപ്പിനൊക്കെ 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ക്രോക്സിനും ഷൂവിനൊക്കെ 200 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഉമ്മാക്ക് അവിടെ നിന്നൊരു ചെരുപ്പ് മേടിച്ചായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ല വിശപ്പുണ്ടായതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. KFCയിലാണ് പോയത്. വീട്ടിൽ നിന്ന് പോയിട്ട് മര്യാദയ്ക്ക് എന്തെങ്കിലും കഴിച്ചത് ആകെ അത് മാത്രമാണ്. കേരളം വിട്ട പിന്നെ ഫുഡ് ഷോക്കായതുകൊണ്ട് നമുക്ക് പിന്നെ വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ KFC ഒക്കെ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ, നമ്മൾ കഴിക്കാറുള്ളതാണ്. സെയിം തന്നെ ആയിരിക്കും എല്ലായിടത്തും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ശരിക്കും ഞങ്ങൾ റൂമിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാ. അപ്പോൾ പോണ വഴിക്ക് കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്നു തന്നെയുണ്ട്. അപ്പോൾ അവിടെ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു എക്സ്പോ നടക്കണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴേക്ക് നേരം വൈകിയതുകൊണ്ട് എല്ലാ കടകളൊക്കെ അടച്ച് പൊക്കോണ്ടിരിക്കുകയായിരുന്നു അവർ. എന്നാലും ചുമ്മാ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കറങ്ങിയടി ചേർന്ന് കടകളൊക്കെ കണ്ട് ഒരുപാട് കടകളുണ്ടായിരുന്നു. എന്തോരോ കട അടച്ചിട്ടാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ നടന്ന് അവിടേക്ക് എത്തിയില്ല. അത്രയ്ക്കും വലിയ എക്സ്പോ ആയിരുന്നു. ഒരുപാട് കടകളൊക്കെ അടച്ചു പോയി. ചുമ്മാ കുറേ നേരം അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് തീരണ്ടായിരുന്നില്ല, അത്രയ്ക്കുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും എല്ലാ കടകളും അടച്ച് പോയിക്കായിരുന്നു. പിന്നെ 2 ഗെയിമൊക്കെ കളിച്ചു. പക്ഷെ ഗെയിം കളിച്ചിട്ടൊന്നും കിട്ടിയില്ല, വെറുതെ കാശ് പോയി. അതൊക്കെ കണ്ട് തിരിച്ചു പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ഒരു റോബോട്ട് പോലത്തെ ഒരു സംഭവം ഇരിക്കണ്ടായിരുന്നു. എന്നിട്ട് അതെന്താന്ന് നോക്കാൻ വേണ്ടി പോയി. എന്നിട്ട് ഇതെന്താ സംഭവം എന്ന് അവരോട് പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കമ്പ്യൂട്ടർ ജ്യോതിഷാന്ന്. ഒരു ഹെഡ്ഫോൺ പോലത്തെ സംഭവം ഉണ്ടാവും, നമ്മൾ ചെവിയിൽ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൊണ്ട് നമ്മുടെ ഭാവിയിൽ നടക്കാൻ പോണ കാര്യങ്ങൾ അതൊക്കെ അത് പറയുമെന്നാണ് പറഞ്ഞവർ. ഞങ്ങൾ രണ്ടുപേരും നോക്കി. ഇതൊക്കെ സത്യമാണെന്ന് അറിയില്ല, പക്ഷെ എൻ്റെ നാളൊക്കെ ഇത് കറക്റ്റായിട്ട് പറഞ്ഞു കേട്ടാ. ഇതാ ഹെഡ്ഫോൺ നമ്മൾ ചെവിയിൽ വെച്ച് കഴിയുമ്പോൾ ഇത് നമ്മളോട് സംസാരിക്കുക ചെയ്യുന്നത്. ഹിന്ദി, തമിഴ്, കന്നഡ അതിലാണ് സംസാരിക്കണത്. ഞാൻ തമിഴിലാണ് കേട്ടേ. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു മൈസൂർ പാലസ്. അപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടാണ് കണ്ടു. രാത്രി ഒരു 12 മണിയൊക്കെ ആയതുകൊണ്ട് നേരെ അവിടെ ഞങ്ങൾ റൂമിലേക്ക് പോയി.